നമസ്കാരം. വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ചില ഇൻഫർമേഷനുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കേന്ദ്ര സർക്കാരിൻ്റെ രാജ്യമെമ്പാടും വിതരണം ചെയ്യുന്ന 6000 രൂപ വർഷം ലഭിക്കുന്ന പദ്ധതിയാണ് പ്രധാൻ മന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നത്. ഈ പദ്ധതി പ്രകാരം 18 ഗഡു ലഭിച്ച കർഷകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ആധാർ അധിഷ്ഠിതമായ ഇലക്ട്രോണിക് KYC മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിരിക്കണം. അത് പൂർത്തിയാക്കിയാൽ മാത്രമേ തുടർന്ന് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്ലെങ്കിൽ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് പണം ലഭിക്കുകയുള്ളൂ. എല്ലാ കർഷകരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അക്ഷയ സെൻറ്റർ വഴിയും കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയും അതുമാത്രമല്ല വീട്ടിലിരുന്ന് നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും ഈ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രോണിക് KYC ചെയ്യുന്നതിന് ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പറുകളും ആക്റ്റീവായിരുന്നാൽ മതിയാകും. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന OTP ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയുക. എന്നാൽ 18 ഗഡു ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും ഈ മസ്റ്ററിംഗ് ചെയ്യണോ എന്നുള്ളതാണ് പ്രസക്തമായ ഒരു ചോദ്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മസ്റ്ററിംഗ് വീണ്ടും ചെയ്യണോ എന്നതിനെ സംബന്ധിച്ച് ചില സൂചനകൾ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. മുൻപ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നപ്പോൾ എല്ലാ വർഷവും ഡിസംബർ മാസം മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീടത് തിരുത്തുകയും ഒരിക്കൽ മാത്രം ഇലക്ട്രോണിക് KYC ചെയ്താൽ മാത്രം മതി എന്നാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഇലക്ട്രോണിക് KYC ചെയ്ത എല്ലാവർക്കും തന്നെ ഈ ആനുകൂല്യം തുടർന്ന് ലഭിക്കുന്നതാണ്. 18 ഗഡുക്കൾ കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം ഈ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കാണ് ഇപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ തുടർന്ന് വീണ്ടും ഇലക്ട്രോണിക് KYC ചെയ്യേണ്ട ആവശ്യമില്ല. ഗുണഭോക്താവിന് മുടങ്ങാതെ സഹായം ലഭിക്കുകയും ചെയ്യും. ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആധാർ കാർഡുമായി ഓൺലൈൻ സെൻറ്ററുകളിലേക്കോ അക്ഷയ സെൻറ്ററുകളിലേക്കോ ഇലക്ട്രോണിക് KYC ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ PM കിസാൻ നിധിയുടെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാം. അതുമാത്രമല്ല ലാൻഡ് സീഡിംഗ്, ആധാർ ബാങ്ക് സീഡിംഗ് എന്നീ കാര്യങ്ങളെല്ലാം ഉറപ്പാക്കിയ കർഷകർക്ക് ഇപ്പോൾ മുടങ്ങാതെ തന്നെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഗുണഭോക്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ തുക അനന്തരാവകാശികളിലേക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ്. അത്തരമൊരു സംവിധാനം ഈ പദ്ധതിയിൽ നിലവിൽ ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗുണഭോക്താവ് മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സഹായം നിലയ്ക്കുകയാണ് ചെയ്യുക. ഒരു റേഷൻ കാർഡിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. വർഷം 6000 രൂപയാണ് ഒരാൾക്ക് ലഭിക്കുന്നത്. അത് 3 ഗഡുക്കളായിട്ടാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുക. 2000 രൂപ വീതം 3 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് ഒരു വർഷം 6000 രൂപ ഒരാളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുക. അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ആരംഭിക്കുന്നത് ഡിസംബറിലാണ്. അതായത് അടുത്ത മാസം ഡിസംബറിൽ 2000 രൂപ ലഭിക്കുന്നതാണ്. അപ്പോൾ 18 ഗഡു ലഭിച്ച കർഷകർ ഇക്കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ വീണ്ടും ഇലക്ട്രോണിക് KYC നൽകേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി.